തെരഞ്ഞെടുപ്പുകൾ അത് വെറും തലക്കെട്ടുകളല്ല, മറിച്ച് ഓരോ നാടിന്റെയും ഉള്ളിലിരിപ്പാണ്. ഇന്ന് നമ്മൾ മണലൂരിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കാൻ പോവുകയാണ്. അതും കേട്ടുകേഴ്വികളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വ്യക്തമായ കണക്കുകളുടെ സഹായത്തോടെ. ഇത് ഏതെങ്കിലും പാർട്ടിയെക്കുറിച്ചുള്ളൊരു വിശകലനമല്ല, മറിച്ച് ജനങ്ങളെക്കുറിച്ചും അവരുടെ ഭരണത്തെക്കുറിച്ചുമുള്ള ഒരു പഠനമാണ്. ഓരോ തെരഞ്ഞെടുപ്പും നിങ്ങൾക്കറിയാമോ, അതൊരു കഥയാണ്. ആ കഥ എഴുതുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവരുടെ ആവശ്യങ്ങൾ, പറയാതെ പോകുന്ന സങ്കടങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാമാണ് ഓരോ വോട്ടായി മാറുന്നത്. കടലും കായലും ചേർന്ന ഈ മണലൂരിന്റെ മനസ്സിലും ചില അടിയൊഴുക്കുകളുണ്ട്. ആ കഥയാണ് നമ്മളിന്ന് തേടിയിറങ്ങുന്നത്. നമ്മുടെ ഒരു അടിസ്ഥാന തത്വം ഇതാണ്: ജനങ്ങളെ സേവിക്കണമെങ്കിൽ ആദ്യം അവരെ മനസ്സിലാക്കണം, അവരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കണം. മണ്ണിന്റെ മണമുള്ള, അവരുടെ പറയാത്ത സങ്കടങ്ങൾക്ക് കാതോർക്കുമ്പോൾ മാത്രമേ നല്ല ഭരണം തുടങ്ങുന്നുള്ളൂ. അപ്പോ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ അന്വേഷണം തുടങ്ങുന്നത് 2021 തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നാണ്. മണലൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കാദ്യം ആ കണക്കുകളിലേക്കൊന്ന് കണ്ണോടിക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. CPIM-ന് ഏകദേശം 47% വോട്ട് വിഹിതമുണ്ട്. അതൊരു വ്യക്തമായ ഭൂരിപക്ഷമാണ്, സംശയമില്ല. എന്നാൽ കോൺഗ്രസിന് ഏകദേശം 29%, BJPക്ക് 22% വോട്ടും കിട്ടിയിട്ടുണ്ട്. അതായത് ഒറ്റനോട്ടത്തിൽ ഭൂരിപക്ഷമുണ്ടെങ്കിലും കളി അത്ര എളുപ്പമല്ല. ഒരു ചെറിയ ശതമാനം വോട്ടർമാർ വിചാരിച്ചാൽ മതി ഫലം മാറി മറിയാം. ശരി, അപ്പോ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ വോട്ട് ചെയ്തത്? മണലൂരിലെ സാധാരണക്കാരെ അലട്ടുന്ന യഥാർത്ഥ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സംഖ്യ നോക്കൂ, 10.9%. ഇതെന്താണെന്നറിയാമോ? ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം. ഇത് വെറുമൊരു കണക്കല്ല കേട്ടോ. ഓരോ വീട്ടിലെയും അടുക്കളയിലെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന, അവരുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. അടുത്തത് ഇതിലും വലിയൊരു കണക്കാണ്. 8.7 ലക്ഷം. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ അസ്തമിച്ച് തിരിച്ചു വന്നവരുടെ ഏകദേശ എണ്ണമാണിത്. ഇവരിൽ ഭൂരിഭാഗം പേർക്കും വേറെ വരുമാന മാർഗങ്ങളില്ല. അവരുടെ കുടുംബങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കണക്കുകൾക്ക് പിന്നിൽ ജീവനുള്ള മനുഷ്യരുണ്ട്. അവരുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് ഈ പ്രതിസന്ധിയുടെ ആഴം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഈ ആശങ്കയും നിരാശയും ഒരു നിശബ്ദ രോഷമായി ഉള്ളിൽ പുകയുന്നുണ്ട്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള ഓരോ പൗരന്റെയും അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതും ആ അന്തസ്സിനെ മാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ ഭരണകക്ഷി എവിടെയാണ് നിൽക്കുന്നത്? നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. അവരുടെ ശക്തി എന്താണ്, ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് മുന്നുള്ള ഭീഷണികളും അവസരങ്ങളും എന്തെല്ലാമാണ് എന്ന്. ഇതൊരു SWOT അനാലിസിസ് ആണ്. ഒരു വശത്ത് അവരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ആ കേദർ ശൃംഖല തന്നെയാണ്. പക്ഷേ മറുവശത്തു നോക്കിയാൽ വർഷങ്ങളായി പരിഹരിക്കാത്ത കുടിവെള്ള പ്രശ്നം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ഇതുപോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ വലിയ ദൗർബല്യങ്ങളായി നിലനിൽക്കുന്നു. ഇതാണ് പ്രതിപക്ഷത്തിന് അവസരം തുറന്നുകൊടുക്കുന്നത്. ഈ ദൗർബല്യങ്ങളെ നമുക്കൊന്ന് അക്കമിട്ട് നോക്കാം. എന്തൊക്കെയാണ് ആ അടിത്തറയിലെ വിള്ളലുകൾ? ഒന്നാമതായി കുടിവെള്ളം, പിന്നെ റോഡുകൾ. വിലക്കയറ്റം കാരണം സാധാരണക്കാർ പൊറുതിമുട്ടിയിരിക്കുന്നു. പരമ്പരാഗതമായി കൂടെ നിന്നിരുന്ന ചില സമുദായ വോട്ടുകളിൽ ചോർച്ചയുണ്ട്. ഏറ്റവും പ്രധാനം, ജോലിയില്ലാതെ അലയുന്ന ചെറുപ്പക്കാർക്കിടയിൽ സ്വാധീനം കുറയുന്നു. ഇനി നമുക്ക് മണ്ഡലത്തിന്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലാം. ഒരു ഹെലികോപ്റ്റർ വ്യൂവിൽ നിന്ന് മാറി ഓരോ പഞ്ചായത്തിലും എന്താണ് അവസ്ഥ എന്ന് സൂക്ഷ്മമായി നോക്കാം. ഇതിനെ നമുക്ക് പരാതികളുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് വിളിക്കാം. കാരണം ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഒരിടത്തെ പ്രധാന പ്രശ്നമാകില്ല മറ്റൊരിടത്ത്. ഈ വ്യത്യാസം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങളുടെ വിശ്വാസം നേടാനാവുക. ഉദാഹരണത്തിന് അരിമ്പൂരിലും മണലൂരിലും പ്രധാന പ്രശ്നം പാതിവഴിയിലായ കുടിവെള്ള പദ്ധതികളാണ്. ഏലവള്ളിയിലാണെങ്കിൽ പൈപ്പ് ലൈൻ പണി നിന്നുപോയി. വാടാനപ്പള്ളിയിൽ തീരദേശ ശോഷണവും വെള്ളക്കെട്ടുമാണ് പ്രശ്നം. വെങ്കിടെങ്കിൽ വെള്ളപ്പൊക്കവും. വർഷങ്ങളായി ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം ആയിട്ടില്ല. ഇനി യുവാക്കളുടെ കാര്യം നോക്കിയാലോ? അതാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി. മുല്ലശ്ശേരിയിലെ ഒരു സർക്കാർ കോളേജ് പോലുമില്ല. കണ്ടശ്ശാംകടവിലൊരു സർക്കാർ ഹൈസ്കൂളില്ല. നല്ല ഇംഗ്ലീഷ് മീഡിയം സർക്കാർ സ്കൂളുകളുടെ കുറവ് എല്ലായിടത്തുമുണ്ട്. ഇത് യുവതലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത്.
ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. ഒരു പ്രശ്നം ശരിയായി മനസ്സിലാക്കിയാൽ തന്നെ പകുതി പരിഹാരമായി. ഇനി നമുക്കിതിനെ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം. ഇതൊരു സ്ട്രാറ്റജിയാണ്. നമുക്കിതിനെ ഒരു ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കാം. ഇതിന് 4 മുഖങ്ങളുണ്ട്. 1. ശിവനെപ്പോലെ എതിരാളികളുടെ പരാജയങ്ങളെ ശക്തമായി തുറന്നുകാട്ടുക. 2. വിഷ്ണുവിനെപ്പോലെ എല്ലാവർക്കും സുസ്ഥിരമായ ഒരു ഭരണം ഉറപ്പു നൽകുക. 3. ബ്രഹ്മാവിനെപ്പോലെ നാടിന് പുതിയൊരു ദിശാബോധം നൽകുന്ന ആശയങ്ങൾ സൃഷ്ടിക്കുക. 4. ദുർഗയെപ്പോലെ സാധാരണക്കാരുടെ ജീവിതത്തെയും ഉപജീവനത്തെയും സംരക്ഷിക്കുക. രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഏത് രംഗത്തും വിജയിക്കാൻ ഒരു പ്രത്യേകത വേണം. മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും കോപ്പിയടിക്കാൻ പറ്റാത്ത ഒന്ന്. അതിനെയാണ് നമ്മൾ ഇനിമിറ്റബിൾ എന്ന് പറയുന്നത്. അതായത് അനുകരിക്കാൻ കഴിയാത്തൊരു കഴിവ്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് മുൻതൂക്കം നൽകും. ഇവിടെ നോക്കൂ, CPI-Mന്റെ കേഡർ നെറ്റ്വർക്ക് വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു ശക്തിയാണ് ജനങ്ങളുടെ മനസ്സിലുള്ള ഭരണവിരുദ്ധ വികാരം. അതിന് കൃത്യമായ രൂപം നൽകാനും അതിനെ ശരിയായി ഉപയോഗിക്കാനും കഴിഞ്ഞാൽ അതൊരു വലിയ രാഷ്ട്രീയ ആയുധമായി മാറും. ഇനി എങ്ങനെയാണ് ഈ ആശയങ്ങളെല്ലാം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത്? യഥാർത്ഥത്തിൽ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വ്യക്തമായ ചില വഴികൾ നോക്കാം. അടിയന്തരമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1. ആ മുടങ്ങിക്കിടക്കുന്ന ജലമിഷൻ പൈപ്പ് ലൈനുകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. 2. ഗ്രാമങ്ങളിലെ റോഡുകൾ നന്നാക്കണം. സ്ത്രീകൾക്കുള്ള സഹായ പദ്ധതികൾ വിപുലീകരിക്കണം. യുവാക്കൾക്കായി തൊഴിൽമേളകൾ സംഘടിപ്പിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും ഓരോ പഞ്ചായത്തിലും ഒരു സ്ഥിരം സംവിധാനം വേണം. ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിക്കണം. ഇന്ത്യയുടെ ഡേറ്റാ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ അനുസരിച്ച് അവരുടെ സമ്മതത്തോടെ മാത്രമേ വിവരങ്ങൾ ഉപയോഗിക്കാവൂ. അപ്പോ അവസാനം വോട്ടർമാരുടെ മുന്നിലുള്ള ചോദ്യം വളരെ ലളിതമാണ്. ഇന്നാള് വരെ അനുഭവിച്ച ഈ പ്രശ്നങ്ങളുമായി മുന്നോട്ടു പോകണോ, അതോ വികസനത്തിനൊരു പുതിയ ദിശാബോധം വേണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജനവിധിയിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. ഈ വിശകലനത്തിന്റെ അവസാനം നമ്മൾ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ സങ്കടങ്ങളും പരാതികളുമാണ് ഒരു നാടിന്റെ ശരിയായ രൂപരേഖയെങ്കിൽ, ആ രൂപരേഖ വെച്ച് ആ ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഭാവി പണിയാൻ ആരാണ് ശരിക്കും തയ്യാറുള്ളത്? ഇത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥ ജനകീയ നേതൃത്വത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചോദ്യം. നിങ്ങളൊരു ജനകീയ നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയം ലക്ഷ്യമല്ല, മാർഗം മാത്രം.